ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുകയാണ്. ആരാണ് ശരിയായ പ്രതികൾ? അജയ് തറയിൽ പറഞ്ഞത് സ്വർണ്ണക്കൊടിമരം മാറ്റുമ്പോൾ ഫിനിക്സ് ഗ്രൂപ്പ് തന്നതല്ലാതെ ഒരു തരി പൊന്ന് ആരും തന്നിട്ടില്ലെന്നാണ്. പിന്നീട് മാധ്യമങ്ങൾ പൊന്ന് കൊടുത്ത പല സെലിബ്രിറ്റികളുടെയും സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വിടുമ്പോൾ തറയിൽ പറഞ്ഞു ഇത്ര ഗ്രാം സുരേഷ് ഗോപി, ഇത്ര ഗ്രാം ഇന്നാൾ, മറ്റേയാൾ അങ്ങനെ 450 ഗ്രാം സ്വർണ്ണം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അജയ് തറയിൽ പറഞ്ഞതാണ് അയ്യപ്പൻ സത്യം, ഒരു തരി പൊന്ന് വേറെ ആരും തന്നിട്ടില്ലെന്ന്. തെളിവ് വന്നപ്പോൾ കള്ളം മാറ്റി ചവിട്ടി. അപ്പം കള്ളം പറയുന്നതിനാണ് സത്യമാണെങ്കിൽ. അപ്പം അടൂർ പ്രകാശ് തുടർമാനമായി കളവ് പറയുമായിരുന്നു. പൂറ്റിയെ കണ്ടിട്ടില്ല, അറിയില്ല, ഒരു പരിചയമില്ല. പിന്നെ ഒരു പ്രാവശ്യം പോയി, അച്ഛൻ മരിച്ചപ്പോൾ പോയി, തുടർമാനമായി പോയി എന്ന് കണ്ടെത്തിയപ്പോൾ ഉരുളുകയാണ്, നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒളിക്കാൻ പലതും ഉള്ളതുകൊണ്ട്, മറച്ചു വെക്കാൻ പലതും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നുണ തുടർമാനമായി പറയുന്നത്. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ കാര്യം അങ്ങനെയാണ്, നമ്മുടെ അജയ് തറയുടെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ കൊടിമരത്തോട് ബന്ധപ്പെട്ട് എല്ലാ വാദഗതികളും പൊളിഞ്ഞു. കൈയിട്ട് വാരി 2017 UDF സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നല്ല കൊള്ളയടി അടിച്ചിട്ടുണ്ട്. കാരണം കോൺക്രീറ്റ് കൊണ്ടുണ്ടായ കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മോഷണം നടത്തിയത്. ചിതലരിച്ചു കോൺക്രീറ്റ് തൂണ് UDF ഭരണകാലത്ത്. അങ്ങനെയാണ് കൊടിമരം മാറ്റിയതും. വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നു, ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് കിട്ടുന്നു. അങ്ങനെ എല്ലാവരും കൈയിട്ട് വാരുന്നു. ഭക്തിയാണല്ലോ, ദൈവകാര്യമാണല്ലോ. ദൈവകാര്യം ഭക്തി വരുമ്പോൾ ജനങ്ങളങ്ങ് കൈയച്ചങ്ങ് സഹായിക്കും. അവർ കൂടുതലൊന്നും നോക്കില്ല. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ കൈയച്ച് സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തി UDF നേതൃത്വം നടത്തിയ പെരും കൊള്ളയാണ് ശബരിമലയിൽ. BJPയുടെയോ പോറ്റി കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം പുറത്തു വന്നിട്ടുണ്ട്. BJPക്കാർ ആരും ഒന്നും മിണ്ടുന്നില്ല. പോറ്റിക്ക് എന്താണ് കർണാടക BJP മുഖ്യമന്ത്രിയുമായ കാര്യം? അപ്പോൾ പോറ്റി എല്ലാ മേഖലയിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കൊള്ള നടത്താൻ അതൊക്കെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. നമ്പർ 10 ജനപത്ത് എന്ന സബ് കാറ്റഗറി സുരക്ഷയുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയി, കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്ത് ഗോവർദ്ധനെയും കൂട്ടിപ്പോയി സമ്മാനം കൊടുത്തു. കർണാടക മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നു. അങ്ങനെ പല പരിപാടി നടത്തിയിട്ടുണ്ട്. BJPക്കാരും വേണ്ടുന്നില്ല. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ. തന്ത്രി അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. കർണാടക മുഖ്യമന്ത്രി അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇപ്പോൾ ശബരിമല ആരോപണത്തിന് പഴയ പോലെ ഒരു മൂർച്ച ആവേശം കാണുന്നില്ല. പാട്ടാരും പാടുന്നില്ല, പാരടിയും പാടുന്നില്ല. പാടണ്ട, ആരും ബുദ്ധിമുട്ടണ്ട. പുതിയ പാട്ട്, പുതിയ പാരടി സഖാക്കൾ പാടിക്കൊള്ളും. അവർക്കറിയാം എങ്ങനെ പാടണം, ഏത് രീതിയിൽ പാടണം. ഏറ്റവും എഫക്റ്റീവായ പാട്ടുമായി സഖാക്കൾ വൈകാതെ വരും. സ്വർണ്ണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് പ്ലസ് BJP ആണ്. പോറ്റിയെ കയറ്റത് ആരപ്പ, അതും പാടും, കോൺഗ്രസ് ആണ് പ്ലസ് BJP ആണ്. പ്രധാനമായും കോൺഗ്രസ്. BJP അധികാരം കൈയാളുന്നില്ലെങ്കിലും BJP വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ചില പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ശബരിമലയുടെ ചിത്രം വ്യക്തമായി വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് ഒന്നുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തീരും. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതും സ്വർണ്ണം കട്ടതും അവിടെ കൊള്ള നടത്തിയതും UDF ആണ്, കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ഭരണസമിതിയാണ്. കൂടെ തന്നെ പങ്കാളിത്തമായി BJP ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർക്ക് ജനങ്ങൾ പൂർവാധിക ശക്തിയോടെ മറുപടി നൽകാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ UDFൻ്റെ അന്ത്യമാണ്. പിണറായി 3-0 വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്.